നമുക്കൊരു സഹകരണ സംഘം രൂപീകരിക്കണം. വള്ളവും വലയും സ്വന്തമായുള്ള ഒരു സഹകരണ സംഘം. നമ്മൾ പിടിക്കുന്ന മീനെല്ലാം നമ്മുടേതാകുന്ന ഒരു സഹകരണ സംഘം. ഏവർക്കും സാഹിതിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. 1979 ആലപ്പുഴയിൽ ശ്രീ വി സോമന്റെയും ശ്രീമതി ടി പി മഹളാമണിയുടെയും മകളായി ജനിച്ച മലയാളത്തിന്റെ പ്രിയങ്കരിയായ എഴുത്തുകാരി. ചുവന്ന പുണ്യാളന്റെ വിശുദ്ധ സാക്ഷ്യങ്ങൾ, ലോത്തിന്റെ സന്തതി, ഇതിഹാസത്തിന്റെ വിപരീത വായന, ശ്യാമമാധവ പഠനങ്ങൾ, നദികൾ, മാനവ സംസ്കൃതിയുടെ മഹാധമനികൾ, നൈർമല്യത്തിന്റെ ആമ്പലും, കുരിശിൽ തറയ്ക്കപ്പെട്ട കരുണയും, പ്രഭാവർമ്മയുടെ കനൽ ചിലമ്പ്, പെൺവായനകൾ തുടങ്ങിയ നിരവധി കൃതികൾ മലയാളത്തിന് സംഭാവന ചെയ്ത, മലയാളത്തിലേക്ക് രചിക്കപ്പെട്ട മലയാളത്തിന്റെ പ്രിയങ്കരിയായ എഴുത്തുകാരി. ഇപ്പോ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസറായി ഔദ്യോഗിക ജീവിതം നയിക്കുന്നു. വിശേഷണങ്ങൾക്ക് അതീതയാണ്. ഏറെ ബഹുമാനത്തോടെ, ഏറെ സ്നേഹത്തോടെ, അതിലേറെ ആദരവുകളോടെ പറയുന്ന ഒരു പേര് മലയാളത്തിന്റെ സ്വന്തം എം മഞ്ജു. മഞ്ജുവിന്റെ ഒരു പ്രധാന കൃതിയാണ്, ഏറെ ചർച്ച ചെയ്യപ്പെട്ട, ഏറെ ശ്രദ്ധിക്കപ്പെട്ട, ഏറെ വായിക്കപ്പെട്ട ഒരു കൃതിയാണ് നമ്മൾ ഇന്ന് സാഹിതിയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഈ പുസ്തകം പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരു പുസ്തകമല്ല. കാരണം ഇപ്പോൾ തന്നെ പല പതിപ്പുകൾ ഇറങ്ങിക്കഴിഞ്ഞു. എൻ്റെ കയ്യിൽ കിട്ടിയത് 2ാമത്തെ പതിപ്പാണ്. നിരവധി പുരസ്കാരങ്ങൾ ഈ കൃതി നേടിക്കഴിഞ്ഞു. ഇത്രയേറെ വായിക്കപ്പെടാനും ഇത്രയേറെ പുരസ്കാരങ്ങൾ നേടാനും ചില പ്രത്യേകതകൾ ഈ കൃതിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കൃതിയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഈ കൃതി വായിക്കണമെന്നും അത് വായിച്ചു കഴിഞ്ഞപ്പോൾ അറിഞ്ഞതൊക്കെയും സത്യമായിരുന്നുവെന്നും ആ കൃതി സാഹിതിയിലൂടെ പരിചയപ്പെടുത്തണം എന്നും ഞാൻ ആഗ്രഹിച്ചത്. പുസ്തകത്തിന്റെ വിശേഷണങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഞാൻ ആദ്യം ആ പുസ്തകം ഒന്ന് കാണിച്ചു തരാം. എം മഞ്ജു എഴുതിയ ഏറ്റവും പ്രശസ്തമായ, ഏറ്റവും വായിക്കപ്പെട്ട പുസ്തകം ചുവന്ന പുണ്യാളന്റെ വിശുദ്ധ സാക്ഷ്യങ്ങൾ. ഇതാണ് ആ പുസ്തകം. നിരവധി പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ളവരാണ് നമ്മൾ. കഥകളായും കഥാസമാഹാരങ്ങളായും നോവലുകളായും യാത്രാ വിവരണങ്ങളായും ഒക്കെ ധാരാളം പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. ചരിത്രാഖ്യായികൾ വരെ നമ്മൾ വായിച്ചിട്ടുണ്ട്. പക്ഷെ ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നോവൽ എഴുതുക, ആ നോവലിനെ ജനങ്ങൾ സ്വീകരിക്കുക, ഇതൊക്കെ ഒരു നിസ്സാര കാര്യമല്ല. എഴുത്തുകാരിയുടെ അല്ലെങ്കിൽ എഴുത്തുകാരന്റെ മനസ്സിൽ തോന്നിയ ഒരു കഥാബീജത്തെ വളർത്തി വലുതാക്കി ഒരു നോവൽ രൂപത്തിലാക്കുക എന്ന് പറയുന്നത് തന്നെ ഏറെ ബുദ്ധിമുട്ടുകളുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ചരിത്രത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, ചരിത്രം മറക്കാൻ പാടില്ലാത്ത ഒരു സംഭവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു നോവൽ എഴുതുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമില്ല. കാരണം അണുവിട തെറ്റിയാൽ ചോദ്യം ചെയ്യപ്പെടും. കേരള ചരിത്രത്തിൽ മറക്കാൻ പറ്റാത്ത, മായ്ക്കാൻ പറ്റാത്ത ഒരു ഐതിഹാസിക പോരാട്ടമായിരുന്നു പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരത്തിന്റെ പീഡനങ്ങൾ അനുഭവിച്ച സ്വാതന്ത്ര്യ സമര സേനാനികൾ, ആ സമരത്തിൽ പങ്കെടുത്ത സേനാനികൾ ഇന്നും ജീവനോടെയുള്ള ഈ മണ്ണിൽ അതിന്റെ ബേസിൽ, അതിന്റെ അടിത്തട്ടിൽ നിന്നുകൊണ്ട്, അതിന്റെ ഒരു ഫൗണ്ടേഷനിൽ നിന്നുകൊണ്ട് ഒരു നോവൽ എഴുതുമ്പോൾ, കഥാപശ്ചാത്തലം പുന്നപ്ര വയലാർ സമരമാകുമ്പോൾ അണുവിട പോലും തെറ്റാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഈ എഴുത്തുകാരി ഇതിന്റെ എടുത്തു പറയേണ്ട ആദ്യത്തെ ഒരു പ്രത്യേകതയാണ് പുന്നപ്ര വയലാർ സമരത്തെക്കുറിച്ചും ആ സമരത്തിന്റെ നാൾ വഴികൾ, അത് നടന്ന കാലഘട്ടം, അത് നടന്ന പശ്ചാത്തലം, അത് നടന്ന സ്ഥലങ്ങൾ, അതിൽ പങ്കെടുത്ത കഴിവതും ആൾക്കാര്
ഒക്കെ വിശദമായി പഠിച്ചിട്ട് തന്നെയാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. നമുക്ക് ഈ പുസ്തകത്തിന്റെ ഓരോ താളുകളിലും ഓരോ വരികളിലും ഓരോ അക്ഷരങ്ങളും നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ചില കഥാപാത്രങ്ങൾക്കൊക്കെ യഥാർത്ഥ നാമം കൊടുക്കുമ്പോൾ പോലും നോവലിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ചില കഥാപാത്രങ്ങൾക്ക് അപരനാമം കൊടുത്തിട്ടുണ്ട് എഴുത്തുകാരി. അത് എഴുത്തുകാരിയുടെ സ്വാതന്ത്ര്യം, നമുക്ക് എതിർക്കാൻ പറ്റില്ല. പക്ഷെ വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതാരാണ് ഈ കഥാപാത്രം. മലയാള നാടക ചരിത്രത്തില് എക്കാലവും ഓർമ്മിച്ചിരിക്കുന്ന ഒരു മഹാനടൻ, പ്രത്യേകിച്ച് ആലപ്പുഴക്കാർ എന്നും നെഞ്ചോട് ചേർത്തൊരു മഹാനടൻ, ഏറ്റവും സ്നേഹത്തോടെ ഡി കെ ആശാൻ എന്ന് വിളിക്കപ്പെടുന്ന ഡി കെ ചെല്ലപ്പൻ സാർ. ഏറെ ബഹുമാനത്തോടെ ഏറെ ആദരവുകളോടെ പറയുന്ന ഒരു പേര്, എന്നും ആ മുഖം ഓർക്കുമ്പോൾ അങ്ങനെയാണ്. ഡി കെ ആശാൻ മലയാളികൾ നെഞ്ചോട് ചേർത്ത ഏറെ പ്രിയങ്കരനായ കമ്മ്യൂണിസ്റ്റുകാരൻ സഖാവ് വി എസ് അച്യുതാനന്ദൻ, സഖാവ് ഗൗരിയമ്മ, ആലപ്പുഴക്കാരുടെ പ്രിയങ്കരനായിരുന്ന പ്രത്യേകിച്ച് വട്ടയാൽ വാടയ്ക്കൽ വാർഡുകളുടെ ആശാൻ എന്ന് തന്നെ അറിയപ്പെടുന്ന സൈമണാശാൻ, ഇവരൊക്കെ ഈ നോവലിൽ കഥാപാത്രങ്ങളായി കയറി വരുന്നു. പക്ഷെ അവർ വരുന്നത് മറ്റൊരു രൂപത്തിലല്ല, സ്വന്തം പേരിൽ. അവരെന്തായിരുന്നു ഈ നാടിന് ചെയ്തത് അത് എഴുത്തുകാരി എടുത്തു പറഞ്ഞുകൊണ്ടാണ് കഥാപാത്രങ്ങളാക്കിയിരിക്കുന്നത്. കുഞ്ഞമ്മ എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് അതിശയം തോന്നും, പക്ഷെ വായിച്ചു വരുമ്പോൾ മനസ്സിലാകും അത് ഗൗരിയമ്മയായിരുന്നു. 1963 ഡിസംബർ മാസം 13-ാം തീയതി അറവുകാട് ക്ഷേത്ര മൈതാനിയിൽ സഖാവ് AKG പ്രസംഗിച്ചതിനെ കുറിച്ചും ആ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാന വിവരങ്ങളെ കുറിച്ചും ഇതിനകത്ത് പറയുന്നുണ്ട്. പക്ഷെ ഇത്രയൊക്കെ ചരിത്രത്തിൽ നടന്ന, കേരള ചരിത്രത്തിൽ നടന്ന ഒരു സംഭവം, അതായത് പുന്നപ്ര വയലാർ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് എഴുതുമ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഉയർത്തിപ്പിടിക്കുമ്പോഴും പാർട്ടിയിലുണ്ടായ അപജയങ്ങൾ, പാർട്ടിയുടെ പേരിലേക്ക് കഷ്ടത അനുഭവിച്ച് ജനങ്ങളെ മറന്നുകൊണ്ട് പഴയ സഖാക്കന്മാരെയൊക്കെ വെറും തള്ളിക്കളഞ്ഞുകൊണ്ട് പുതിയ കാലഘട്ടത്തിന്റെ പാർട്ടി മെമ്പർമാർ, അങ്ങനെ പറയാം, പാർട്ടിയിലേക്ക് വന്നപ്പോൾ അവരുടെ ഉദ്ദേശം എന്തായിരുന്നു, പാർട്ടിക്ക് സംഭവിച്ച അപജയം എന്തായിരുന്നു, അതിലൂടെ പാർട്ടിക്ക് നഷ്ടമായത് എന്താണ് എന്നൊക്കെ ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നു മഞ്ജു. വെറുതെ ഒരു കഥ പറഞ്ഞു പോവുകയല്ല ചെയ്തത്. അല്ലെങ്കിൽ പുന്നപ്ര വയലാർ സമരം എന്ന സംഭവത്തെ എടുത്ത് ചുമ്മാതെ വെക്കുകയല്ലായിരുന്നു ചെയ്തത്. അതിലൂടെ ഒരു എഴുത്തുകാരിയുടെ മനോധർമ്മം, എഴുത്തുകാരി എന്താണ് ഈ സമൂഹത്തിന് ചെയ്യേണ്ടത്, ഒരു പ്രസ്ഥാനത്തെ പറ്റി പറയുമ്പോൾ അതിലുണ്ടായ നേട്ടവും കോട്ടവും അത് പറയാനുള്ള ചങ്കൂറ്റം കാണിച്ചു, സധൈര്യം അത് എഴുത്തിൽ കൊണ്ടുവന്നു, ചൂണ്ടിക്കാണിച്ചു ഈ സമൂഹത്തെ. അത് മഞ്ജു എന്ന വലിയ എഴുത്തുകാരിയുടെ വിജയം തന്നെയാണ്, നിഷേധിക്കാൻ പറ്റില്ല. പാത്രസൃഷ്ടി, കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്നതിനുള്ള വൈഭവം ഏറ്റവും മനോഹരമായിരുന്നു. ഇപ്പൊ സഖാവ് AKG എന്ന് പറഞ്ഞാൽ ഇല്ലേ, AKG എന്ന 3 അക്ഷരത്തിൽ നമുക്കറിയാൻ പറ്റും ആ വ്യക്തിത്വത്തെ. അതുപോലെ മിന്നിത്തിളങ്ങി നിൽക്കുന്ന ഓരോ കഥാപാത്രങ്ങളും വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ. അളന്തീസ് ഇതിനകത്ത് എടുത്തു പറയുന്ന ഒരു കഥാപാത്രം, ഒരുപക്ഷെ നായക കഥാപാത്രം എന്ന് തന്നെ പറയാം. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു നായകനല്ല കയറി വരുന്നത്. പക്ഷെ ഈ അളന്തീസ് എന്ന് പറയുന്ന കഥാപാത്രത്തെ നമുക്ക് പെട്ടെന്ന് മറക്കാൻ പറ്റില്ല. പുസ്തകം അടച്ചു കഴിഞ്ഞെന്നാലും, വായിച്ചു തീർന്ന പുസ്തകം അടച്ചു കഴിഞ്ഞെന്നാലും ഒരു മുറിപ്പാടായി നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ചില കഥാപാത്രങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. സൂസന്ന, ജെയിംസ്, രാജീവൻ, സുദർശന, ഇവരെല്ലാവരും നമ്മുടെ മനസ്സിലേക്ക് വെറുതെ ഇട്ടുതരികയല്ലായിരുന്നു മഞ്ജു എന്ന എഴുത്തുകാരി. ശരിക്കും നമ്മുടെ ഓരോ വായനക്കാരുടെ മനസ്സിലും കിളിപ്പിക്കുകയാണ്, നട്ടു നനച്ച് വളർത്തി എടുക്കുകയായിരുന്നു, പടർന്ന് പന്തലിച്ച് നമ്മുടെ മനസ്സിൽ നിർത്തി ഓരോ കഥാപാത്രത്തെ. ഒരു കഥാപാത്രത്തിന്റെ വളർച്ച, ഒരു കഥയുടെ വളർച്ച അതേത് തരത്തിലായിരിക്കണം, പഞ്ചസന്ധികൾ ഉണ്ടായിരിക്കണം നോവലിലെന്നാ പറയുന്നത്.
കഥ എഴുതുമ്പോൾ അങ്ങനെ ഉണ്ടാവണം. ആ പഞ്ചസന്ധികളിലൂടെയുള്ള വളർച്ച നമുക്ക് വളരെ വ്യക്തമായി കാണാൻ പറ്റും. ഓരോ സന്ദർഭങ്ങള് കഥാപാത്രങ്ങളെ പോലെ തന്നെ ഓരോ കഥാമുഹൂർത്തങ്ങളും, നിരവധി മുഹൂർത്തങ്ങളാൽ സമ്പന്നമാണ് ഈ പുസ്തകം, ഈ നോവൽ. ആ ഓരോ മുഹൂർത്തങ്ങളും നമ്മുടെ മനസ്സിലെ ഏറെ സന്തോഷിപ്പിക്കുന്ന മുഹൂർത്തങ്ങളുണ്ട്, കണ്ണിനെ ഈറനണിയിക്കുന്ന മുഹൂർത്തങ്ങളുണ്ട്, വിറങ്ങലിച്ചു നിൽക്കുന്ന മുഹൂർത്തങ്ങളുണ്ട്. രാജീവന്റെ മരണത്തോടെ ആരംഭിക്കുന്ന നോവൽ പറഞ്ഞു നിർത്തുന്നതും രാജീവന്റെ മരണത്തോടെയാണ്. ഒരു സന്ദർഭത്തിൽ സുസന്നയുടെ വീട്ടിലേക്ക് എത്തുന്ന, സുസന്നയുടെ ജനനം മുതലുള്ള കഥ ഇതിനകത്ത് പറയുന്നുണ്ട്. കഥാപാത്രങ്ങളുടെ ചില സന്ദർഭങ്ങൾ മാത്രമാണ് ഞാൻ ഇതിനകത്ത് പറയുന്നത്. കാരണം ഈ പുസ്തകം നമ്മൾ മറ്റ് അധ്യായങ്ങളിൽ പറഞ്ഞതുപോലെ കഥ പൂർണ്ണമായിട്ട് വിശദീകരിച്ചാൽ നിങ്ങൾക്ക് വായിക്കാനുള്ള ആ താല്പര്യം ഇല്ലാതാണ് ഇപ്പോൾ. അതുകൊണ്ടാണ് ചില കഥാമുഹൂർത്തങ്ങളും ചില കഥാപാത്രങ്ങളും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ അധ്യായം നിർത്തുകയാണ്. ശരിക്കും ഞാൻ ആഗ്രഹിച്ചത് ഈ പുസ്തകം ഒന്ന് കാണിച്ചിട്ട് നിങ്ങൾ ഇത് വായിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തണം എന്ന് ആഗ്രഹിച്ചത്. കാരണം ഈ പുസ്തകത്തെ കുറിച്ച് ഒന്നും പറയാതെ വേണം, ഒന്നും അറിയാതെ വേണം ഈ പുസ്തകം വായിക്കാൻ എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. കാരണം എനിക്ക് ഈ പുസ്തകം പരിചയപ്പെടുത്തിയ ആളും എന്നോട് പറഞ്ഞത് അങ്ങനെയാണ്. നിന്നോട് ഞാൻ ഈ പുസ്തകത്തെ കുറിച്ച് ഒന്നും പറയുന്നില്ല, നീ ആ പുസ്തകം ഒന്ന് വായിക്കുക. ശരിക്കും അങ്ങനെ തന്നെയാണ് ഈ പുസ്തകത്തെ പരിചയപ്പെടുത്തേണ്ടത്. പക്ഷേ നമ്മളൊരു അധ്യായം ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആ പുസ്തകത്തെ കുറിച്ച് അറിയണ്ടേ എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. സാഹചര്യം, പട്ടിണി, ദാരിദ്ര്യം, ഇതൊക്കെ മുതലാളിത്ത ചൂഷണം, ഇതൊക്കെ കടപ്പുറത്തെ ഒരു സാധാരണ സ്ത്രീയെ, അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ വേശ്യാവൃത്തിയിലേക്ക് നയിച്ചപ്പോൾ, സുസന്ന ആ അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ, കാറൽമാന്റെ മകളാണ് ഞാനെന്ന് അഭിമാനത്തോടെ പറയുന്ന പെണ്ണാണ് സുസന്ന. കാറൽമാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു കഥാപാത്രമാണ്. ആ കഥാപാത്രത്തെ അനശ്വരനാക്കിയ ഒരു നടൻ ഈ കടപ്പുറത്തുണ്ടായിരുന്നു. ഒടുവില് ആൾക്കാര് കാറൽമാന്റെ വേഷം കണ്ട് അയാളുടെ യഥാർത്ഥ നാമം മറന്നുപോയിട്ട് അയാളെ കാറൽമാൻ എന്ന് വിളിക്കുന്ന അവസ്ഥയിലെത്തി. നാട്ടുകാരും വീട്ടുകാരുടെയും എല്ലാം കാറൽമാനായി മാറുന്നു ആ മനുഷ്യൻ. ആ മനുഷ്യന്റെ മകളാണ് സൂസന്ന. ഒരു സന്ദർഭത്തില് ജെയിംസ് വന്ന് പറയുന്നു, നിനക്ക് പോന്നുകൂടെ എൻ്റെ കൂടെ? അപ്പൊ പറയുന്നു, എന്നെ തേടി വരുന്ന പുരുഷന്മാരുടെ രൂപത്തിലല്ല നിന്നെ ഞാൻ കാണുന്നത്. എൻ്റെ ഒരു അനുജനായി, എൻ്റെ കൂടപ്പിറപ്പായി. അപ്പോഴും അയാൾ പറയുന്നു, വരൂ, അത് മതി, അങ്ങനെ തന്നെ കണ്ടാൽ മതി എന്നെ, എനിക്ക് നിന്നെ ഈ വേഷത്തിൽ കാണാൻ വയ്യ. അപ്പോൾ സൂസന്ന പറയുന്ന മറുപടിയുണ്ട്. എന്താണ്? ഒന്ന് തേച്ച് കഴുകിയാൽ, ഒന്ന് കുളിച്ചാൽ മാറാവുന്ന അഴുക്കേ എൻ്റെ ദേഹത്തിൽ പറ്റിയിട്ടുള്ളൂ. അമ്മച്ചിയുടെ എത്രയോ തവണ മലവും മൂത്രവും വാരിയതാണ് ഞാൻ. എന്തെല്ലാം അഴുക്ക് ഈ ദേഹത്തിൽ പറ്റിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. പക്ഷെ ഞാൻ ഇന്നും എന്നും മരിക്കുവോളോ കാറൽമാന്റെ മകളാ. ആ പേജൊക്കെ വായിക്കുമ്പോൾ ആ കഥാപാത്രത്തെ നമ്മൾ വായിക്കുകയല്ല, നമ്മൾ കാണുകയാണ്. ആ സ്ഥലത്ത് നമ്മൾ നിൽക്കുകയാണ്, നമ്മുടെ മുന്നിൽ നിർത്തിയാണ് സൂസന്ന ഇത് പറയുന്നത്. അത് നമുക്ക് കാണാൻ പറ്റും, പുസ്തകത്താളിലല്ല. അത്രയ്ക്ക് തീവ്രമായ ഭാഷയിൽ, അത്രയ്ക്ക് തീവ്രമായാണ് ഓരോ കഥാപാത്രത്തിന്റെ മുഹൂർത്തങ്ങളെയും കഥാസന്ദർഭങ്ങളെയും മഞ്ജു എഴുതിയിരിക്കുന്നത്. അതുതന്നെയാണ് ഈ പുസ്തകത്തിന്റെ വിജയം. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ, ആദ്യം പറയട്ടെ, ഏറ്റവും പ്രധാന ഘടകങ്ങളിലൊന്ന് ദേശം, പുന്നപ്ര, വാടയ്ക്കൽ, വട്ടയാൽ, അവലൂക്കുന്ന്, അടിയന്തരാവസ്ഥ കാലത്തിലെ പോലീസ് ക്യാമ്പ് ആലപ്പുഴയിൽ അവലൂക്കുന്നിലായിരുന്നു. അവിടേക്ക് എത്തിയ പോലീസുകാരുടെ കഥകളൊക്കെ വളരെ വിശദമായി തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട്. സഖാവ്
പവിത്രൻ അവിടെ പോയ കാര്യം പറയുന്നുണ്ട്. ഈ നാട്ടിൽ ജനിച്ചു വളർന്ന കൃഷ്ണമാപ്പൻ, മാധവൻ ചേട്ടൻ, ഇവരൊക്കെ ഇതിൽ കഥാപാത്രങ്ങളായി വരുന്നു. അതുകൊണ്ട് തന്നെ ആലപ്പുഴ നിവാസികൾക്ക്, പ്രത്യേകിച്ച് പുന്നപ്ര വാടക്കൽ നിവാസികൾക്ക് ഈ പുസ്തകം വായിക്കുമ്പോൾ കഥാപശ്ചാത്തലം വളരെ, എന്താ പറയാ, വളരെ ഹൃദ്യമായി. കാരണം സ്വന്തം നാട്ടിൽ നമ്മുടെ മുറ്റത്താണ് ഈ കഥകൾ നടക്കുന്നത്, ഈ സംഭവങ്ങൾ നടക്കുന്നത്. അതുപോലെ തന്നെ രാജീവൻ സുദർശനയോടും ജെയിംസ് കമലയോടും തന്റെ ഉള്ളിലുള്ള പ്രണയത്തെ അവതരിപ്പിക്കുന്ന രീതി, പറയുന്ന ആ സിറ്റുവേഷനൊക്കെ എത്രയ്ക്ക് സുഗന്ധപൂരിതമാണ്. ഒരു പുരുഷന്റെ ഉള്ളിലുള്ള പ്രണയം അവൻ തന്റെ പ്രണയിനിയോട് പറയുന്നത് സുദർശന കണ്ടിരുന്ന രീതി അല്ല പിന്നീട് രാജീവന്റെ ജീവിതത്തിലേക്ക് സുദർശന കടന്നു വന്നപ്പോൾ കണ്ടത്. രാജീവനോട് തുറന്നു പറയാൻ കഴിയാതെ മനസ്സിലത് പറയുന്നുണ്ട് സുദർശന. ഞാൻ കണ്ട രാജീവൻ, ഞാൻ പരിചയപ്പെട്ട രാജീവൻ ഇതല്ലായിരുന്നു. കാരണം രാജീവൻ ഇന്നിന്റെ രാജീവനായി മാറുന്നുണ്ട്. ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് തന്റെ പ്രാണൻ പോലും കളയാൻ തയ്യാറായി നിന്ന അളന്തീസോ ജെയിംസോ അല്ല രാജീവൻ, ഇന്നിന്റെ പ്രതിനിധിയാണ്. അവൻ പറയുന്നുണ്ട്, എനിക്കൊരു അളന്തീസായിട്ട് മരിക്കണ്ട, ഇല്ല എനിക്കൊരു ജെയിംസ് ആയിട്ട് മരിക്കണ്ട. അങ്ങനെ മരിച്ചിട്ട് എന്തിനാ കാര്യം? എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി ജീവിക്കണം. അതിന് പാർട്ടിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ രാജീവിന്റെ ഉള്ളിലുള്ള ലക്ഷ്യങ്ങൾ പലതായിരുന്നു. ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു ഉപകരണം മാത്രമായിരുന്നു രാജീവിന് പാർട്ടി. എത്ര ഡീപ്പായിട്ട് മഞ്ജു എന്ന എഴുത്തുകാരി ഈ വിഷയത്തെ പഠിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് രാജീവൻ എന്ന കഥാപാത്രം. ഒടുവില് അയാൾ ആഗ്രഹിക്കുന്നതിനും അപ്പുറം നേടി. പണം, സ്വത്ത്, ആഡംബര കാറുകള്, ആഡംബരത്തിൻ്റെതായ പൂർണ്ണ രൂപത്തിലെത്തി. പക്ഷെ അതിനിടയിൽ അയാൾക്ക് നഷ്ടപ്പെടേണ്ടി വന്നത്, അയാൾ നഷ്ടപ്പെടുത്തിയത് എന്തൊക്കെയായിരുന്നു? സ്വന്തം ജീവൻ, ജീവിതം. ഒറ്റവാക്കിൽ പറഞ്ഞാൽ പണത്തിനും പെണ്ണിനും വേണ്ടി രാജീവൻ എന്ത് ജീവൻ? ഒടുവിൽ സത്യസന്ധനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ ജെയിംസിനെ പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപത്തിന്റെ പണിയിൽ ക്രമക്കേടുകൾ നടത്തി എന്നൊരു കാരണം ഉണ്ടാക്കി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അത് ശരിക്കും ജെയിംസ് പറയുന്നുണ്ട്, ഓരോ പാർട്ടി പ്രവർത്തകനും അറിയാം എന്തിനായിരുന്നു ഞാൻ ആ പണം എടുത്ത് ചെലവാക്കിയത്. അല്ലാതെ ക്രമക്കേട് നടത്തിയതോ അല്ലെങ്കിൽ തിരിമറി നടത്തിയതോ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാനോ അല്ല. പാർട്ടിയിൽ നിന്ന് പുറത്താകുമ്പോഴും ചോർന്നൊലിക്കുന്ന ഒരു വീട്ടില് വായിക്കാനായി സ്വരൂപിച്ചിരുന്ന പുസ്തകങ്ങൾക്കിടയിൽ ആണ് ജെയിംസ് കിടക്കുന്നത്. കമല ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന പ്രവർത്തകയായിരുന്ന കമല ജെയിംസിന് വിവാഹം കഴിച്ചു. ജെയിംസ് പിൽക്കാലത്ത് ആലോചിക്കുന്നുണ്ട്, എന്തായിരുന്നു അവള് കമല, അവളുടെ പ്രസംഗം, തൻ്റെ ഇടം എന്തൊക്കെയായിരുന്നു. പക്ഷെ 4 ചുവരുകൾക്കുള്ളിൽ താൻ കൊണ്ടുവന്ന് തളയ്ക്കപ്പെടുകയായിരുന്നു. പക്ഷെ അവിടെയും ചില മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു. തളച്ചിടുമ്പോഴും എന്തായിരുന്നു? ആവശ്യത്തിനുള്ള ഭക്ഷണം കൊടുക്കണം, ആവശ്യത്തിനുള്ള വസ്ത്രം കൊടുക്കണം, ആവശ്യത്തിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. എന്നാൽ ഇതെന്തെങ്കിലും താൻ കൊടുത്തോ? ഒന്നും കൊടുത്തില്ല. വിശന്നൊട്ടിയ വയർ. ഇങ്ങനെ ഒടുവില് കമലയുടെ മരണം കഥ പറയുമ്പോൾ ഏതൊരു എഴുത്തുകാരനും ഉണ്ടാകുന്ന ഒരു ആഖ്യാന ശൈലിയുണ്ട്. ഇത് ചരിത്രത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട്, എന്നാൽ ഒരു എഴുത്തുകാരിയുടെ മനോധർമ്മം അനുസരിച്ചുള്ള കഥാപാത്രങ്ങളെയും സാഹചര്യങ്ങളെയും കൂടെ
ചേർത്തുകൊണ്ട് ചരിത്രത്തിൽ ഒരു തെറ്റും വരാതെ നോവൽ രചിക്കുക എന്ന് പറയുന്നതാണ്. അതിൽ 100% എം മഞ്ജു വിജയിച്ചു എന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ ഏറ്റവും വലിയ വിജയം. ഒരു ചരിത്രത്തെ ബേസ് ചെയ്തുള്ളൊരു നോവൽ വായിക്കാൻ ആഗ്രഹിക്കുന്നവർ മടിക്കാതെ തിരഞ്ഞെടുക്കേണ്ട ഒരു പുസ്തകമാണ് ചുവന്ന പുണ്യാളന്റെ വിശുദ്ധ സാക്ഷ്യങ്ങൾ. പുന്നപ്ര സമരത്തെ ബേസ് ചെയ്തുകൊണ്ട് നിരവധി കഥകൾ, നിരവധി സിനിമകൾ, നിരവധി പുസ്തകങ്ങൾ ഇതിനകം തന്നെ രചിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ആവർത്തന വിരസത ഉണ്ടാകുമോ എന്ന ഭയത്തോടെ ഇത് വായിക്കണ്ട. ധൈര്യമായിട്ട് വായിക്കാം, ഒരാവർത്തന വിരസതയും ഉണ്ടാവില്ല. പക്ഷേ വളരെ ചെറിയ ചെറിയ അധ്യായങ്ങളായിട്ടാണ് ഈ പുസ്തകം എഴുതപ്പെട്ടിരിക്കുന്നത്. ആദ്യം 1-ാം ഭാഗം, 2-ാം ഭാഗം, 3-ാം ഭാഗം എന്ന 3 ഭാഗങ്ങളുണ്ട്. ആ 3 ഭാഗങ്ങളിൽ തന്നെ ഓരോ ചെറിയ ചെറിയ അധ്യായങ്ങളായിട്ട്, ചില അധ്യായങ്ങൾക്ക് രാജീവനെന്നും ജെയിംസ് എന്നും അല്ലെങ്കിൽ സുദർശന എന്നും ഒക്കെ പേരുകൾ നൽകിക്കൊണ്ട് തന്നെ എഴുതിയിട്ടുണ്ട്. അതിനൊക്കെ കാരണങ്ങളുണ്ട്. ആ അധ്യായത്തിന് എന്തുകൊണ്ട് രാജീവൻ എന്ന പേരിട്ടു, ഇല്ലെങ്കിൽ മറ്റധ്യായത്തിന് എന്താ പേരുകളൊന്നും കൊടുക്കാതിരുന്നത് എന്നൊക്കെ കാരണങ്ങളുണ്ട്. അത് ആ പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാകും. കായൽ രാജാവ് എന്നറിയപ്പെടുന്ന മുരിക്കൻ ഇത് കടപ്പുറത്തിന്റെ കാര്യങ്ങൾ മാത്രം പറയുകയല്ല ചെയ്തത്. കർഷക പ്രക്ഷോഭങ്ങളും കർഷക തൊഴിലാളികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതിൽ ഇടപെടേണ്ട രീതികൾ, അതിൽ ഇടപെട്ടിട്ടുണ്ടായ പരിഹാരങ്ങൾ, അതുപോലെ തന്നെ കയർ തൊഴിലാളികൾക്കുണ്ടായത്, ഇങ്ങനെ അന്ന് ആലപ്പുഴയിൽ നിലവിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾക്ക് മുഴുവൻ പാർട്ടി എങ്ങനെ ഇടപെട്ടു, അതിൽ പാർട്ടിക്കുണ്ടായ നേട്ടം എന്താണ്, ജനങ്ങൾക്കുണ്ടായ നേട്ടം എന്താണ്, അത്രയൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടും പാർട്ടിയെ ചതിച്ചതാരാണ്, ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന പുഴുക്കുത്തലുകൾ എന്തായിരുന്നു എന്നൊക്കെ ഈ എഴുത്തുകാരി തന്നാൽ ആവും വിധം വിശദീകരിച്ചിട്ടുണ്ട്. ഒത്തിരി ദീർഘമുള്ളൊരു നോവലൊന്നുമല്ല, 239 പേജുകൾ മാത്രം വരുന്നൊരു ചെറിയ പുസ്തകം. പക്ഷെ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിൽ തട്ടും വിധം എഴുതാൻ മഞ്ജു എന്ന എഴുത്തുകാരിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ പുസ്തകത്തിന്റെ ഏറ്റവും വലിയ വിജയം. ഏറെ അഭിമാനമുണ്ട് ഇങ്ങനെ ഒരു പുസ്തകം സാഹിതിയിലൂടെ പരിചയപ്പെടുത്തുമ്പോൾ. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഇന്ന് നമ്മൾ പല പ്രസംഗങ്ങളായാലും ഇല്ലെ പുസ്തകങ്ങളിലായാലും ഇല്ലെങ്കിൽ ഒരു സിനിമ എടുത്താലും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ നന്മകൾ മാത്രം എടുത്തു പറഞ്ഞുകൊണ്ടായിരിക്കും പറയുന്നത്. പക്ഷേ ഇവിടെ ഈ പുസ്തകത്തിൽ ചുവന്ന പുണ്യാളന്റെ വിശുദ്ധ സാക്ഷ്യങ്ങൾ എന്ന പുസ്തകത്തില് മഞ്ജു എന്ന എഴുത്തുകാരി ഒരു പ്രധാന ഘടകം മുന്നോട്ട് വെക്കുമ്പോൾ അതിന്റെ നേട്ടങ്ങളും കോട്ടങ്ങളും പറഞ്ഞു തരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. 2003 പുന്നപ്രയിലേക്ക്, ആലപ്പുഴയിൽ ജനിച്ചതെങ്കിലും പുന്നപ്രയിലേക്ക് മഞ്ജു എന്ന എഴുത്തുകാരി എത്തപ്പെടുന്നത്. ബാല്യത്തില് കേട്ട പുന്നപ്ര സമരത്തിന്റെ മുദ്രാവാക്യങ്ങളും കേട്ട വിപ്ലവ ഗാനങ്ങളും, KS ജോർജിന്റെ ഒക്കെ വിപ്ലവ ഗാനങ്ങളും ഒക്കെ ഇതിനകത്ത് വിശദമായിട്ട് പറയുന്നു. ആലപ്പുഴയുടെ മണ്ണിൽ ജനിച്ചു വളർന്ന ഒരാൾ, ഇത് കേട്ട് വളർന്നിട്ടുള്ളൊരു ആൾക്ക് ഇതൊക്കെ വീണ്ടും വായിക്കുമ്പോൾ അത് മുന്നിൽ കാണും പോലെയാണ് തോന്നുന്നത്. വളരെ ഹൃദയസ്പർശിയായ ഒരു നോവൽ, ഏറെ അഭിമാനത്തോടെ സാഹിത്യം പരിചയപ്പെടുത്തുന്നു. ഒരു വിപ്ലവ പ്രസ്ഥാനത്തിന്റെ പ്രചാരണം എന്ന രീതിയിലല്ല ഈ പുസ്തകം എഴുതപ്പെട്ടതോ ഈ അധ്യായം സാഹിത്യത്തിലൂടെ അവതരിപ്പിക്കുന്നതോ അല്ല. ഒരു നല്ല കൃതി, വായനക്കാർക്ക് മനസ്സിലാവുന്ന ഏറ്റവും നല്ല ഭാഷയിൽ, ഏറ്റവും നല്ല മുഹൂർത്തങ്ങളല്ല, ഏറ്റവും നല്ല കഥാപാത്രങ്ങളാൽ സൃഷ്ടിക്കപ്പെടുന്നു. അത് കേരളത്തിൽ നടന്ന ഒരു ചരിത്ര മുഹൂർത്തത്തിനെ സാക്ഷിയാക്കിക്കൊണ്ട് അതിന്റെ പിൻബലത്തിൽ രചിക്കപ്പെട്ടു. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നോവൽ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ സഹോദരങ്ങൾ, പ്രത്യേകിച്ച് ചരിത്രവുമായി ബന്ധപ്പെട്ട നോവൽ വായിക്കാൻ ആഗ്രഹിക്കുന്നവർ മറക്കാതെ തിരഞ്ഞെടുക്കേണ്ട ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിന്റെ ആമുഖത്തില് മഞ്ജു പറയുന്നൊരു കാര്യമുണ്ട്. പുസ്തകത്തിന്റെ
എഴുത്ത് സമയത്ത് ഗുരുസ്ഥാനീയരായ അല്ലെങ്കിൽ ആ അതുപോലെ കാണുന്ന ചിലർ പറഞ്ഞ അഭിപ്രായം അശ്ലീലത കൂടുന്നു എന്ന്. പക്ഷേ ഇതിനകത്ത് നമ്മൾ വായിച്ചു വരുമ്പോൾ എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം ഞാൻ പറയട്ടെ, ഒരിക്കലും നമുക്കത് അങ്ങനെ ഫീൽ ചെയ്യില്ല. സൂസന്നയുടെ വീടിന്റെ വാതിക്കല് ഒരു ബോർഡ് തൂക്കിയ കഥ ഇതിനകത്ത് പറയുന്നുണ്ട്. ആ ബോർഡില് നമ്മള് എന്താ പറയാ, ഇപ്പോഴത്തെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കാണാറുണ്ട് അരി ഇത്ര രൂപ, പയറ് ഇത്ര രൂപ എന്നിങ്ങനെ എഴുതിയിടാറുണ്ട്. അതുപോലെ ഒരു കാര്യത്തിന് ചില ചില കാര്യങ്ങൾ എഴുതിയിട്ട് അതിന് ഇത്ര രൂപ എന്ന് എഴുതിയ ഒരു ബോർഡ് സൂസന്നയുടെ വീടിന്റെ വാതിൽ സൂസന്ന തൂക്കിയത് ഇതിനകത്ത് പറയുന്നുണ്ട്. കണ്ണ് നിറഞ്ഞേ നമുക്കത് വായിക്കാൻ പറ്റും. ഒരു കാലഘട്ടത്തിന്റെ ദുരിതം എത്രയ്ക്ക് ആ ജനങ്ങൾ അനുഭവിച്ചു എന്നുള്ളതിന്റെ ചില നേർക്കാഴ്ചകൾ ഈ പുസ്തകത്തിലുണ്ട്. കുറേയേറെ മുഹൂർത്തങ്ങൾ വരുന്നുണ്ട്. പട്ടിണിയുടെ, ദാരിദ്ര്യത്തിന്റെ, മുതലാളിത്ത ചൂഷണത്തിന്റെ ഒക്കെ മുഹൂർത്തങ്ങൾ കുറേയേറെ വരുന്നുണ്ട്. അതിലൊന്നാണ് ആ ബോർഡ്. ശരിക്കും നമ്മുടെ സമൂഹത്തിനോടുള്ള ഒരു ചൂണ്ടുപലകയായിരുന്നു ആ ബോർഡ്. എത്രത്തോളം ഈ എഴുത്തുകാരിയുടെ ഉള്ളിലേക്ക് ആ കാലഘട്ടം അവരെത്രത്തോളം പഠിച്ചു, ഇല്ലെങ്കിൽ ആ കാലഘട്ടം എന്തായിരുന്നു എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ തിരഞ്ഞെടുത്ത മാർഗങ്ങളിൽ ഒന്നായിരുന്നു നമ്മുടെ മനസാക്ഷിക്ക് നേരെ ചൂണ്ടിയ ഒരു ചൂണ്ടുപലക. അതായിരുന്നു ആ ബോർഡ്. അല്ലാതെ അതൊരു സെക്സിന്റെയോ ഒരു ദുരുദ്ദേശത്തോടെ എഴുതിപ്പെട്ടതല്ല. അത് ആ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ തുടർന്നുള്ള അധ്യായങ്ങളിൽ ഈ പുസ്തകം പൂർണ്ണമായപ്പോൾ ഞാൻ എഴുതി വെക്കുന്നു, ഇല്ലെങ്കിൽ ഞാൻ മനസ്സുകൊണ്ട് പറയുന്നു, ഉറപ്പു തരുന്നു, ഈ അഭിപ്രായം പറഞ്ഞിട്ടുള്ളവരൊക്കെ ആ അഭിപ്രായം തിരിച്ചെടുത്തിട്ടുണ്ടാവാം, പിൻവലിച്ചിട്ടുണ്ടാവാം. ഒരുപക്ഷെ ആ പേജ് മാത്രം വായിക്കുമ്പോൾ, ഇല്ലെങ്കിൽ ചില മുഹൂർത്തങ്ങൾ വായിക്കുമ്പോൾ തോന്നിയിട്ടുണ്ടാവാം. പക്ഷെ ഈ പുസ്തകം മുഴുവൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതൊരു എഴുത്തുകാരി എഴുതിയ വെറും ഒരു ബോർഡല്ല. സൂസന്ന എന്ന കഥാപാത്രത്തെ കൊണ്ട് ഇന്നത്തെ ജനതയുടെ മുഖത്തേക്ക് നമ്മുടെ മനസാക്ഷിക്ക് നേരെ ചൂണ്ടിയ ഒരു ചൂണ്ടുപലകയായിരുന്നു ആ ബോർഡ്. അതറിയണമെങ്കിൽ നിങ്ങൾ ഈ പുസ്തകം ഒന്ന് വായിക്കണം, മനസ്സിരുത്തി വായിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്നല്പം നിർത്തണം. പണ്ടൊരു അധ്യായത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞുങ്ങൾ പുസ്തകം വായിക്കുമ്പോൾ എവിടെയെങ്കിലും സ്പീച്ചിന് പോകുമ്പോഴൊക്കെ പറയാറുണ്ട്, വലിയ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ പുസ്തകത്തിന്റെ ഇടയ്ക്ക് അടയാളമായിട്ട് നാട വയ്ക്കരുത്, പേപ്പർ കീറി വെക്കരുത്, ഈർക്കിലോ പേന കൊണ്ടുള്ള മാർക്കിങ്ങോ ചെയ്യരുത്. അപ്പൊ ഒരു കുട്ടി എന്നോട് ചോദിച്ചു, പിന്നെ അങ്കിളെ എന്താ ചെയ്യേണ്ടത്? വലിയ 500-600 പേജുള്ള പുസ്തകം നമുക്ക് ഒറ്റയ്ക്ക് വായിച്ചു തീർക്കാൻ പറ്റുമോ? ഒറ്റയിരുപ്പിന് വായിച്ചു തീർക്കാൻ പറ്റുമോ? പേജ് നമ്പർ ഓർത്ത് വെച്ചാൽ മതിയോ? പോരാ, ചെയ്യരുതത്. പകരം കഥാസന്ദർഭങ്ങൾ ഓർത്ത് വെക്കുക. നിങ്ങൾ എവിടെ വരെയാണ് വായിച്ചു നിർത്തി ആ സന്ദർഭം ഓർത്ത് മനസ്സിൽ വെക്കുക. അടുത്ത തവണ പുസ്തകം വായിക്കാൻ എടുക്കുമ്പോൾ നേരെ ചെന്ന സന്ദർഭത്തിലേക്ക് കടന്നു വരികയല്ല ചെയ്യേണ്ടത്. അതുവരെ വായിച്ച സന്ദർഭങ്ങളൊന്ന് റിവൈൻഡ് ചെയ്യുക, ഓർക്കുക. നമ്മൾ വായിച്ച സന്ദർഭം എത്താൻ പറ്റിയില്ലെങ്കിൽ എവിടെ എത്തി അവിടെ തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുക. അങ്ങനെ വായിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നിർത്തുമ്പോൾ ഈ കഥാപാത്രങ്ങളിൽ നമ്മളുമായിട്ട് സംവദിക്കാൻ സാധിക്കും. അവരുടെ കണ്ണീര്, അവരുടെ പ്രശ്നങ്ങൾ, സങ്കടങ്ങൾ, സന്തോഷങ്ങൾ വായനക്കാരനായ നമ്മളോട് പങ്കുവയ്ക്കുവരും. അങ്ങനൊന്ന് പങ്കുവയ്ക്കാൻ ഒരിട വായനക്കാരനായ നിങ്ങൾ കൊടുത്താൽ സൂസന്നയ്ക്ക് പറയാനുണ്ടാവും, ജെയിംസിന് പറയാനുണ്ടാവും, അളന്തീസിന് പറയാനുണ്ടാവും, കമലയ്ക്ക് പറയാനുണ്ടാവും, സുദർശനയ്ക്ക് പറയാനുണ്ടാവും. ഈ മലയാള മണ്ണിൽ നിന്നും മറഞ്ഞുപോയ ഞങ്ങളുടെയൊക്കെ DK ആശാന് പറയാനുണ്ടാവും, സൈമൺ ആശാന് പറയാനുണ്ടാവും. കുറെ സങ്കടങ്ങൾ, അവർക്ക് ചെയ്തു തീർക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ, കുറെ പരിഭവങ്ങൾ, കുറെ വേദനകൾ. അതൊക്കെ മനസ്സിരുത്തി ഈ പുസ്തകം വായിച്ചാൽ മാത്രമേ മനസ്സിലാവൂ. ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് ഇനി ഇത്തരം നല്ല കൃതികൾ എഴുതാൻ മഞ്ജു എന്ന എഴുത്തുകാരിക്ക് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.